അപ്പോൾ നമുക്ക് വർക്കിനുള്ള വണ്ടി ഹൈക്രോസ് VX ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ്രഡ് ഹെഡ് ലാമ്പും അതേപോലെ തന്നെ നമുക്കൊരു 2 ഇഞ്ച് ട്രൈ കളർ ഫോഗ് ലാംപ്സും ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളതിലുള്ളതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അസൂം എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു ഫോഗ് ലാംപ്സ് കേട്ടോ. പക്ഷേ അത് പ്ലെയിൻ ലെൻസാണ്. നമ്മളെ GPN ആയിക്കോട്ടെ നെക്കാമിച്ച് ആയിക്കോട്ടെ ഈ ബ്രാൻഡുകളൊക്കെ നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ലെൻസാണ് വരുന്നത്. പക്ഷേ അസൂം നമുക്കൊരു ക്ലിയർ ലെൻസാണ്. പോരാത്തതിന് നമുക്ക് 2 ടൈപ്പ് കിട്ടും. ഒന്ന് നമുക്ക് വൈറ്റ് മാത്രമായിട്ട്, അതായത് സിംഗിൾ കളറായിട്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ട്രൈ കളറായിട്ട്, അതായത് വാം യെല്ലോ വൈറ്റ്. പിന്നെ ഇതിന് 2 സ്പെക്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ മാരുതിയുടെ വണ്ടി തൊട്ട് ടൊയോട്ട വരെ, കാര്യം രണ്ടുപേരും കൂടെ കൊളാബ് ചെയ്തുകൊണ്ട് തന്നെ മാരുതിയുടെ വണ്ടിക്ക് 2 ഇഞ്ച് ഫോഗ് ലാമ്പ് വരുന്നത്. അതിനും എല്ലാം ടൊയോട്ട ആ ഒരു സെയിം കപ്ലെയർ തന്നെയാണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് കപ്ലെയർ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ സാധാരണ H8 കണക്ട് ചെയ്ത് നടക്കുന്ന കപ്ലെയറല്ല, ഇങ്ങനത്തെ ഒരു കപ്ലെയറാണ് വരുന്നത് ഉണ്ടോ. അപ്പോൾ ഈ ഒരു കപ്ലെയർ നമുക്ക് കമ്പനി OEM ആയിട്ട് വരുന്ന ഫോഗ് ലാമ്പ് ഉള്ള വെഹിക്കിളിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ടൈപ്പ് കപ്ലെയർ ഇടാൻ പറ്റുന്നത്. ഇത് ഡയറക്റ്റ് ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ വേറൊരു കപ്ലെയർ ഇട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഫിറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ബ്രാൻഡുകളാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണക്ടർ കിട്ടും. ആ കണക്ടർ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അസൂം ആണ് നമ്മളിലുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ബ്രാൻഡായിട്ട് വരുന്നത്. 2 ഇയേഴ്സ് ആണ് വാറണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നടക്കുന്നത് വെച്ചാൽ നമ്മളെ ഹെഡ് ലാമ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക്സ് ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ DRL, പോരാത്തരം നമുക്കൊരു 3 പ്രൊജക്ടറോട് കൂടിയിട്ടാണ് ഈ ഒരു ഹെഡ് ലാമ്പ് വരുന്നത്. പിന്നെ അല്ലാതെ നമ്മളെ അസൂം എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് റിമൂവ് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റോക്ക് ഹെഡ് ലാമ്പിനകത്തുള്ള ആ ഒരു LED ബോർഡ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്ന 3 പ്രൊജക്ടറോട് കൂടി വരുന്ന നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പ്സ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്കൊരു DRLോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്റ്റോക്ക് തന്നെയായിരിക്കും. പിന്നെയുള്ള കേസ് വെച്ചാൽ ഈ ഒരു ഹെഡ് ലാമ്പ് നമുക്ക് യൂസ് ആവുന്ന വെച്ചാൽ ZX ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാര്യം ZXൽ നമുക്ക് ഹെഡ് ലാമ്പിനകത്ത് നമുക്ക് DRL മാത്രമാണ് ഉള്ള, ഇൻഡിക്കേറ്റർ ഇല്ല. പക്ഷേ ഈ ഒരു ആൽഫ്രഡിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്ററും DRLും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പറഞ്ഞ ഫോഗ് ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കമ്പനി ഒറിജിനലിൽ വന്നിരിക്കുന്ന ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു ലൈനാണ്. അപ്പോൾ അതിൻ്റെ കണക്ടർ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് കണക്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് വേറെ കപ്ലെയറോ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ബ്രൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലൈനാണ്. അതിന് നമ്മളിതിൻ്റെ ബ്രൈറ്റിലോട്ട് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് ഇട്ട് ഇതിൽ നിന്ന് സപ്ലൈ എടുത്തായിരിക്കും നമ്മൾ ബ്രൈറ്റിലോട്ടുള്ള വയറിംഗ് കിറ്റും സ്വിച്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഹൈക്രോസിൽ നമ്മളതിനെ ഹെഡ് ലാമ്പും അതേപോലെ നമ്മൾ അസൂമിൻ്റെ ഫോഗ് ലാമ്പും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാവരുടെ ഡൗട്ടാണ്, നമുക്കിത് ഡയറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണോ, ഇതിനകത്ത് നിങ്ങൾ വയർ കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് വയർ കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം, നമുക്ക് എല്ലാം ഡയറക്റ്റ് കപ്ലർ ടു കപ്ലർ ആണ് ഉണ്ടോ. കപ്ലർ ടു കപ്ലറിനകത്ത് പ്ലഗ് ചെയ്യുന്നത്. പോരാത്തതിന് നമ്മൾ ബാറ്ററി പോസിറ്റീവ് ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം നമുക്ക് 2 ലൈൻ വരുന്നുണ്ട്, ഒരു ബാറ്ററി പോസിറ്റീവ് ഒരു ബാറ്ററി നെഗറ്റീവ്. ഇത് നമ്മൾ ഹെഡ് ലാമ്പിനകത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. കാര്യം ഇതിനകത്തിരിക്കുന്ന യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ബാറ്ററി എടുത്തിരിക്കുക. കാര്യം ലോഡ് കൂടുതലായതുകൊണ്ട് ബാറ്ററി സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലൈന് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ വേറൊരു ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ല, ഇത് ഇളക്കിയിട്ട് ചെയ്യുന്ന അസൂം ആയാലും നമ്മൾ ഇതേപോലെ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് ഒരു പോസിറ്റീവ് കൊടുക്കണം. കാര്യം ബാറ്ററി പോസിറ്റീവ് കൊടുക്കുന്നതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഈ ഒരു വെട്ടത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി പോസിറ്റീവ് കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു പോസിറ്റീവ് എടുത്താലും മതി. ബാറ്ററി പോസിറ്റീവിനെ ആവണമെന്നില്ല, ACC ആവാം, അതേപോലെ തന്നെ ഇഗ്നിഷൻ ആവാം, ഏത് ലൈൻ കൊടുത്താലും മതി. പക്ഷേ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ലൈനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി തന്നെ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വയർ കാര്യങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ബോണറ്റ് അടച്ചതിന് ശേഷം നമ്മൾ ഈ ഹെഡ് ലാമ്പും ഇതേപോലെ DRLും ഫോഗ് ലാമ്പും വർക്കിംഗ് ചെയ്യാനാണ് ഞാൻ കാണിച്ചു തരാം. പോരാത്തതിന് നമ്മളെ ഒരു ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വർക്കാവും ചോദിക്കാം. അകത്ത് നമ്മളെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെ വണ്ടിയിലുള്ള ആളിരിക്കാൻ നേരത്ത് നമ്മളെ വണ്ടിയുടെ ബാക്ക് താരാൻ നേരത്ത് ഫ്രണ്ട് പൊങ്ങുന്നൊരു പ്രവണതയുണ്ട്. അന്നേരത്ത് നമ്മളെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 0 to 4 വരെ തന്നിരിക്കുന്ന ഒരു ബട്ടൺ തന്നിരിക്കുന്നത്. ആ ബട്ടണിനകത്ത് നമുക്ക് ഹൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഇതിനകത്ത് പക്കയായിട്ട് വർക്കാവും. അതേപോലെ ഓട്ടോ ഡിമ്മിങ് കാര്യങ്ങളെല്ലാം വർക്കാവും. അതേപോലെ തന്നെ നൈറ്റ്, അതായത് ഒരു ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഈ ഒരു ഹെഡ് ലാമ്പ് തെളിയുന്നൊരു പ്രവണതയുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ പാർക്ക് ഓണാക്കാൻ നേരത്തെ തന്നെ നമുക്ക് സ്കാനിങ്ങോട് കൂടി ഒരു ബ്ലൂ ഷെയ്ഡ് വന്നതിന് ശേഷമാണ് അതൊരു DRL വൈറ്റ് DRLോട്ട് തന്നെ കൺവേർട്ട് ആവുന്നത്. പോരാത്ത തന്നെ നമുക്ക് അതിനകത്ത് ഇൻഡിക്കേറ്ററും, അതായത് DRLെ തന്നെ കട്ട് ഓഫ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ വർക്കാവുന്നത്. ഇത് നമ്മൾ ZXലോട്ടും നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ZX ആയിക്കോട്ടെ, G തൊട്ട് ZX ഓപ്ഷൻ പോലുള്ള വെഹിക്കിൾസിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഫിറ്റ്മെൻറ്റിന് ഈ സെയിം സ്പെക്സ് തന്നെ ഒന്നും ഇരിക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റർ ലൈൻ നമ്മൾ ആ ഒരു DRLന്റെ പോർഷനിൽ നിന്ന് നമ്മളിനെ ആഡ് ചെയ്തുകൊണ്ട്, അതായത് കണക്ട് ചെയ്തുകൊണ്ടൊന്ന് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലൈനിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വർക്കായിട്ടുള്ള. അല്ലെങ്കിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഹെഡ് ലാമ്പിൻ്റെ വെട്ടം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോളൂ, ലാമ്പിൻ്റെ വെട്ടം കണ്ടല്ലോ.
അപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ വെട്ടം അതേപോലെ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുക. നോക്കിക്കോ, കണ്ടോ പൊങ്ങുന്നതാണ്ടോ. അത് നമ്മളെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നുണ്ട്. ഇതിപ്പം ഡേ ടൈമിലുള്ള വെട്ടമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് ഹെഡ് ലാമ്പിന് ഇത്ര പോലും വെട്ടം ഇല്ല എന്ന് ഓർത്തോളാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ഒരു ആൽഫ്രഡ് ഹെഡ് ലാമ്പ് അതേപോലെ തന്നെ ട്രൈ കളർ ഫോഗ് ലാംപ്സ് ആണ്. അല്ലാതെ നേരത്തെ തന്നെ നമ്മൾ DRL കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വെഹിക്കിളിനകത്ത്. അപ്പോൾ നമ്മൾ ട്രൈ കളർ ഫോഗ് ലാംപ്സ് നമ്മൾ അസൂം ആണ് വരുന്നത്. നമുക്ക് GPN അതേപോലെ നെക്കാമിച്ചി ഇങ്ങനെയുള്ള ബ്രാൻഡ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അസൂം നമുക്ക് 2 ഇയേഴ്സും ബാക്കി എല്ലാ ബ്രാൻഡുകളും നമുക്ക് 1 ഇയറാണ് വാറണ്ടി തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പൊതുവേ ഹെഡ് ലാമ്പിനോ അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പ്സിനോ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ അസൂമിൻ്റെ റീപ്ലേസ്മെൻറ്റിന് നമുക്ക് 2 ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട്. പോരാത്തിന് നമ്മൾ ഹെഡ് ലാമ്പിനും ടൈൽ ലാമ്പിനും നമ്മളതിൽ ഒരു 6 മന്ത് നമ്മൾ വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം.